ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രൈഡൽ സീരീസിലെ രണ്ടാമത്തെ വീഡിയോയാണ്. നമ്മൾ ആദ്യം മുസ്ലിം ബ്രൈഡൽ മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി ഹിന്ദു ലുക്കും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ലുക്കും ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മറ്റ് രണ്ട് വീഡിയോസും നമുക്ക് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹിന്ദു ബ്രൈഡൽ മേക്കപ്പ് ലുക്കാണ്. നമ്മൾ ഈ മേക്കപ്പ് ലുക്കും ഇതാണ് കേട്ടോ നമ്മുടെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റും അതുപോലെ തന്നെ മേക്കപ്പ് ലുക്കും എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മേക്കപ്പ് ലുക്ക് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കാണണ്ടേ? അതിനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നമ്മൾ ബ്രൈഡൽ മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതല്ലാതെ സിമ്പിൾ മേക്കപ്പ് ആണെങ്കിൽ പോലും നമ്മൾ സ്കിന്നിനെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യണം, നന്നപോലെ തന്നെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്യണം. അപ്പോൾ ബ്രൈഡലിൻ്റെ അതായത് വിവാഹത്തിൻ്റെ നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് എന്ന് പറയുന്നത് മണിക്കൂറുകളോളം നമ്മളെ ഫേസിൽ ലോങ് ലാസ്റ്റിങ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ഫേസിൽ തന്നെ ഇരിക്കാനുള്ളതുമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഫേസിൽ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്തതിന് ശേഷം മാത്രം വേണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതായത് എന്തെങ്കിലും ഫേസ് പാക്ക്, ഷീറ്റ് മാസ്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസറും ടോണറൊക്കെ യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഒന്ന് ലിപ് ബാം ഇടുക എന്നുള്ളതാണ്. അപ്പം സൺസ്ക്രീൻ ഇടാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അതിനകത്ത് നന്നായിട്ട് വിശദീകരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഫേസിൽ ടോൺ ചെയ്യുക, അതിനുശേഷം മോയ്സ്ചറൈസർ ഇടുക, അതിനുശേഷം നമ്മുടെ സൺസ്ക്രീൻ ഇടുക. അത് മൂന്നും ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ഞാൻ ഇവിടെ ഇടാൻ പോകുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പ്രൈമറാണ്. അപ്പോൾ ഞാൻ ഫേസിലും നെക്കിലും നന്നായിട്ട് ഐലിഡ് ഉൾപ്പെടെ എല്ലായിടത്തും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നല്ലപോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കാരണം നമുക്ക് മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവാനുള്ളതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഫിനിഷ് നമുക്ക് പ്രൈമർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ നമ്മുടെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഗോൾഡൻ ബേജോ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നമുക്ക് ആവശ്യത്തിന് മാത്രം ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്ത് നല്ല പോലെ തന്നെ ഒന്ന് നമ്മുടെ ഫേസിൽ ബ്ലെൻഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മുടെ ഫേസിൽ ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ വരുന്നത് കേട്ടോ. നല്ലൊരു ഫിനിഷ് ലുക്കൊക്കെ കിട്ടണമെങ്കിൽ നല്ല പോലെ തന്നെ നമ്മളിതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. പിന്നെ ഞാൻ അതിന് ശേഷം ഇവിടെ എടുക്കുന്നത് NYBയുടെ കൺസീലറാണ്. അപ്പോൾ ആ കൺസീലർ എടുത്തിട്ട് ഞാൻ എൻ്റെ നമ്മുടെ നോസിൻ്റെ ബ്രിഡ്ജിലും കണ്ണിനടിയിലും ഒക്കെ കറുപ്പുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യും. കാരണം നമ്മുടെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടും ഞാൻ യൂസ് ചെയ്യുന്നത് NYBയുടേതാണെന്ന് പറഞ്ഞല്ലോ അല്ലേ. എന്നിട്ട് കണ്ണിനടിയിലും അതുപോലെ തന്നെ നോസിൻ്റെ ബ്രിഡ്ജിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഐലിഡിൽ അതുപോലെ തന്നെ താടിയിൽ നെറ്റിയിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തതിന് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ എടുക്കുന്നത് ലാക്മിയുടെ ലൂസ് പൗഡറാണ്. അതെടുത്തിട്ട് നമുക്ക് ഫേസ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൺസീലർ യൂസ് ചെയ്തെടുത്ത ഭാഗത്ത് മാത്രം സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്കൊരു നല്ലൊരു മാറ്റ് ഫിനിഷാണ് എപ്പോഴും ഇഷ്ടം. അതുപോലെ തന്നെ നന്നായിട്ട് മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ചെയ്യാനും നമുക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യണം. നെക്കിലും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നല്ല പോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ ഐബ്രോസാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. അതെടുത്ത് നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രൈഡൽ മേക്കപ്പ് ലുക്കാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഫിനിഷ് ലുക്ക് കിട്ടാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിക്കായിട്ട് തന്നെ ഒന്ന് ഐബ്രോസ് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിലുള്ള സ്പൂളി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കോംബ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഫിനിഷ് ലുക്ക് കിട്ടാനായിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമുക്ക് ആ ഒരു ഐബ്രോ പെൻസിൽ തന്നെ യൂസ് ചെയ്തുകൊണ്ട് കോണ്ടോർ ചെയ്യാം. നോസും അതുപോലെ തന്നെ നെറ്റിയൊക്കെ വലിയ നെറ്റിയുള്ളവർക്കൊക്കെ നെറ്റി കുറച്ച് കാണിക്കാനായിട്ട് നെറ്റിയിലും നമ്മളിതുപോലെ ഫോർഹെഡിലൊക്കെ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുക നമുക്ക്. അപ്പോൾ നല്ല നീണ്ട മൂക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇതുപോലെ ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ രണ്ട് വശത്തും ഒന്ന് വരച്ചതിന് ശേഷം മൂക്കിൻ്റെ ഈ അറ്റത്തും ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ വലിയ നെറ്റിയാണെന്നുള്ളവർക്ക് മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ഈ ഒരു ഫോർഹെഡിൽ കോണ്ടോറിങ്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഐഷാഡോ ആണ് ഇടുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഹുദ ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റിൽ നിന്ന് ബോസി എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഏകദേശം ഒരു പിങ്ക് ഒരു റെഡിഷ് അണ്ടർടോൺ ആണുള്ളത്. അതെടുത്തിട്ട് നമ്മുടെ ഐലിഡ് നന്നായിട്ടൊന്ന് ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് ഐലിഡിലും അതായത് നമ്മളെ കൺപോളയിലും ഐഷാഡോ നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ആ പാലത്തിൽ നിന്ന് തന്നെ സെയിം പാലത്തിൽ നിന്ന് തന്നെ ട്രസ്റ്റ് ഫണ്ട് എന്ന് പറയുന്ന ആ ഷെയ്ഡ് ഇട്ട് ഏകദേശം ഒരു ഗോൾഡൻ ഗ്ലിറ്ററി ഷെയ്ഡാണ് കേട്ടോ. അതെടുത്തിട്ട് നമ്മുടെ ഔട്ടർ കോർണറിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് കൊണ്ടുവന്ന് നന്നായിട്ടൊന്ന് ആ ഐലിഡ് ഫുള്ളായിട്ടൊന്ന് നല്ല തിക്കായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മൾ ഉടുക്കുന്ന സാരി വന്നിട്ട് ഒരു ഗോൾഡൻ സാരിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഗോൾഡൻ ഷെയ്ഡ് ചൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാരിയുടെ ആ ഒരു കളർ അനുസരിച്ചൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കളറിൽ മാറ്റം വരുത്താനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ടൊരു നല്ല തിക്കായിട്ട് തന്നെ 2 ഐലിഡിലും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സെയിം പാലറ്റിൽ നിന്ന് തന്നെ ഫ്ലിങ് എന്ന് പറയുന്ന ആ ഷെയ്ഡ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു ഗ്ലിറ്ററി ഷെയ്ഡാണ്, ഒരു റെഡ് കളർ പോലെ. അതെടുത്തിട്ട് നമുക്ക് ഔട്ടർ കോർണറിൽ നിന്ന് മുകളിലേക്ക് ശകലം കുറച്ച് മാത്രം ഒരു പകുതി വരെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐ ഷാഡോ ഒന്ന്, അതായത് ഔട്ടർ കോർണറിൽ നിന്ന് മുകളിലേക്ക് നല്ല തിക്കായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, കുറച്ച് മാത്രം. അപ്പോൾ 2 കണ്ണിലും നമുക്ക് അതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഐലൈനർ വരയ്ക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് NYBയുടെ തന്നെ ഐ ലിക്വിഡ് ഐലൈനറാണ്. അപ്പോൾ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മുകളിൽ നിന്ന് വരയ്ക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ മുകളിലത്തെ കൺപീലി പോളയിൽ നിന്ന് നമുക്ക് ഐലൈനർ വരച്ച് നന്നായിട്ട് വിങ് ലൈനറായിട്ട് അത്യാവശ്യം വാലിട്ട് തന്നെ എഴുതാം കേട്ടോ. അപ്പോൾ 2 കണ്ണുകളും മുകളിൽ നമുക്ക് നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇന്നർ കോർണർ ഉണ്ടല്ലോ, കണ്ണിൻ്റെ ഇന്നർ കോർണറിൻ്റെ അവിടെ നിന്ന് കൂട്ടി യോജിപ്പിച്ച് താഴെയും നമുക്ക് അതുപോലെ തന്നെ ഐലൈനറിനെ കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കാം. അതായത് നമ്മൾ സാധാരണ ഐലൈനർ എഴുതില്ലേ, അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് വാലിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ നമുക്ക് ഇന്നർ കോർണറിൻ്റെ അവിടെ വരച്ച് ചേർത്തതിന് ശേഷം അവിടെ നിന്ന് കണ്ണിന് താഴെയും കൂടി വരച്ച് യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് 2 കണ്ണിലും അതുപോലെ തന്നെ വരച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ എടുക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ മസ്കാരയാണ്. അതെടുത്തിട്ട് നമുക്ക് ഐ ലാഷസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുകളിലത്തെ ലാഷസും അടിയിലെ ലാഷസും നന്നായിട്ട് ഇതിനൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അത്യാവശ്യം വേണമെങ്കിൽ 2 കോട്ടിട്ട് കൊടുക്കുക. ആദ്യം നമ്മളൊരു കോട്ടിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വീണ്ടും അടുത്ത കോട്ടിട്ട് എടുക്കുക. പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ തന്നെ ന്യൂഡ് പാലറ്റിൽ നിന്ന് എടുത്ത് ഹൈലൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൽ നിന്ന് ഞാൻ ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഇന്നർ കോർണർ ഉണ്ടല്ലോ, ഇന്നർ കോർണറിൻ്റെ അവിടെ ഒന്ന് 2 കണ്ണിൻ്റെ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫേസിൽ ആ കണ്ണുകൾ എടുത്ത് നിൽക്കാനായിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ നമ്മുടെ ഫേക്ക് ലാഷസ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫേക്ക് ലാഷസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫേക്ക് ലാഷസ് മേടിക്കുമ്പോൾ അതിനൊപ്പം തന്നെ ഗ്ലൂവും കൂടെ ഉണ്ടാവും. അതും കൂടെ എടുത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ആദ്യം നമ്മുടെ കണ്ണിൻ്റെ ആകൃതിയിൽ വെച്ചതിന് ശേഷം അതിൻ്റെ അളവിന് മുറിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഈ ഫേക്ക് ലാഷസ്. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഗ്ലൂ പുരട്ടിയതിന് ശേഷം നമ്മുടെ കണ്ണുകളിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്ലഷ് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെയാണ്. അത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്ലഷ് എടുത്തതിന് ശേഷം കുറച്ചൊന്ന് എടുത്തിട്ട് നമ്മളൊന്ന് സ്മൈൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്മൈൽ ചെയ്യുമ്പോൾ നമുക്ക് പൊന്തി നിൽക്കുന്ന ആ ഒരു ചീക്കുണ്ടല്ലോ, അവിടെ വേണം നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്യാനായിട്ട്. വളരെ ലൈറ്റായിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഒന്ന് തട്ടിക്കുടഞ്ഞതിന് ശേഷം വേണം കേട്ടോ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ തരികൾ ഒരുപാടുണ്ടാവും. അപ്പോൾ നമുക്ക് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ 2 കവിളിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ന്യൂഡ് പാലറ്റിൽ നിന്ന് തന്നെ ന്യൂഡ് പാലറ്റിൽ നിന്ന് തന്നെ നമ്മുടെ ഹൈലൈറ്റർ ഷെയ്ഡ് എടുത്തതിന് ശേഷം നമ്മുടെ നോസിൻ്റെ ബ്രിഡ്ജിലും അതുപോലെ തന്നെ ചീക്സിൻ്റെ മുകളിലുമായിട്ട് നന്നായിട്ട് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നിടത്ത് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ചുണ്ടിൻ്റെ മേളിൽ, അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസിൻ്റെ താഴെ, നെറ്റിയിലൊക്കെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്ന എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫേസിൽ നല്ലൊരു ഗ്ലോയും കാണുമ്പോൾ തന്നെ നല്ലൊരു ചന്തം ഉണ്ടാവും. നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് വേണമെങ്കിലും നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഹൈലൈറ്റിംഗ് ബ്രഷസ് അവൈലബിൾ ആണല്ലോ, അത് വേണമെങ്കിൽ വാങ്ങാം കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഒന്ന് ഹൈലൈറ്റർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് ലിപ്പ് ലൈന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെ ചോദിച്ചിരുന്നു ഏത് ലിപ്പ് ലൈനറാണ് യൂസ് ചെയ്തത്. ഇതൊരു ലോക്കൽ ബ്രാൻഡാണ് കേട്ടോ, അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇതൊരു ലോക്കൽ ബ്രാൻഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിസ് ക്ലെയറിൻ്റെ 37 33 ഒക്കെ യൂസ് ചെയ്യാം. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഹുദ ബ്യൂട്ടിയുടെ ഒരു ബ്രൈറ്റ് പിങ്ക് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു ലിപ്സ്റ്റിക്കാണ്, മാത്രമല്ല അധികം ഡ്രൈ ആക്കില്ല നമ്മുടെ ലിപ്സിനെ. അപ്പോൾ നന്നായിട്ട് ലിപ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം, കാരണം നമുക്ക് ചെയ്യുന്നത് നല്ല അത്യാവശ്യം ഹെവി മേക്കപ്പ് ലുക്കാണല്ലോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന്
ലിപ്സ്റ്റിക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ നമ്മുടെ മേക്കപ്പ് ലുക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ നാച്ചുറൽ ഫിനിഷുള്ള സെറ്റിംഗ് സ്പ്രേ ആണ്. അതെടുത്ത് ഫേസ് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നെക്കിലോട്ടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് വീശി ഉണക്കുകയോ അല്ലെങ്കിൽ ഫാനിൻ്റെ മൂട്ടിലേക്ക് ഫേസ് വെച്ചിട്ട് ഉണക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൻറ്റർ പാർട്ടീഷൻ എടുക്കുക എന്നുള്ളതാണ്. പകുതി വരെ ഈ കാണുന്നവരെ പകുതി വരെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തതിന് ശേഷം അവിടെ നിന്ന് ചരിച്ച് താഴേക്ക് കൊണ്ടുവരിക. നമുക്കുള്ള ചെവിയുടെ അവിടം വരെയുള്ള ഹെയർ എടുക്കുക. അതിനുശേഷം ഇതുപോലെ ചുരുട്ടി പിടിച്ചതിന് ശേഷം ക്ലിപ്പിട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് വശത്തും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ ചെയ്യുക. രണ്ട് വശത്തും അതുപോലെ ക്ലിപ്പ് ഇടുക. അതിനുശേഷം നമുക്ക് ബാക്കിലുള്ള ആ ഹെയർ ഉണ്ടല്ലോ അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് കോംബ് ചെയ്യണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വട സ്റ്റൈലാണ് കെട്ടുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കോംബ് ചെയ്ത് ഒരു റബ്ബർ ബാൻഡോ ബണ്ണോ ഇടുക. അതിനുശേഷം നമ്മൾ വട യൂസ് ചെയ്യാൻ എടുക്കുന്ന ബണ്ണുണ്ടല്ലോ അതെടുത്ത് ഇട്ടതിന് ശേഷം നമുക്ക് വട കെട്ടുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലെ തന്നെ ഒന്ന് കെട്ടിയെടുത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മുടി പിരുന്നൊന്നും പോവാത്ത രീതിയിലൊന്ന് നമ്മുടെ ആ ഒരു വടയ്ക്ക് മീതെ നമ്മുടെ ഹെയർ എല്ലാം കൂടെ ഒന്ന് പിരുത്ത് നന്നായിട്ടൊന്ന് കോംബ് ചെയ്തതിന് ശേഷം ബണ്ണിട്ടിട്ട് ബാക്കിയുള്ള മുടിയെല്ലാം കൂടെ സൈഡിൽ കൂടി ചുരുട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു ബോബി പിന്നോ ഈർക്കിലി സ്ലൈഡോ ഒക്കെ യൂസ് ചെയ്ത് ഒന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കുക. അതാണ്ട് നമുക്ക് ഫൈനലായിട്ട് ഇങ്ങനെ കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ടിൽ നമ്മൾ മാറ്റി വെച്ചിരുന്ന 2 പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ നന്നായിട്ടൊന്ന് കോംബ് ചെയ്തെടുക്കുക. അതിനുശേഷം ആദ്യം മുതലേ ചെറിയൊരു സെക്ഷൻ എടുക്കുക. അത് ഉള്ളിലേക്ക് പിടിച്ചിട്ട് രണ്ടാമത്തെ സെക്ഷൻ എടുത്തിട്ട് നമ്മൾ ആദ്യം പിടിച്ച ആ സെക്ഷൻ ഉണ്ടല്ലോ അത് ഉള്ളിലേക്ക് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത സെക്ഷൻ എടുത്തിട്ട് രണ്ടാമത് പിടിച്ചിരുന്ന ആ സെക്ഷൻ ഉണ്ടല്ലോ അത് വീണ്ടും അകത്തേക്ക് കൊടുക്കുക. അങ്ങനെ വീണ്ടും മൂന്നാമത്തെ സെക്ഷൻ എടുത്തതിന് ശേഷം രണ്ടാമത് പിടിച്ച സെക്ഷൻ എടുത്ത് വീണ്ടും അകത്തേക്ക് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്കത് പറഞ്ഞു തരുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ സെക്ഷൻ എടുക്കുന്നതനുസരിച്ച് മറ്റേ കയ്യിലിരുന്ന ആ ഒരു സെക്ഷൻ മുടി ഇപ്പോൾ എടുക്കുന്ന ആ മുടിക്കുള്ളിലേക്ക് വെച്ച് കൊടുത്ത് നമ്മുടെ ആ ഒരു ചെവിയുടെ ബേക്ക് വരെ നമ്മൾ അങ്ങനെ എടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. മുടീനെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. ചുരുട്ടി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പഫ് ചെയ്തുപോലെ ഫ്രണ്ടിലേക്കൊന്ന് പൊന്തിച്ച് കൊടുക്കുക മുടി. അതിനുശേഷം നമ്മൾ അവിടെ ഒരു ടിക് ടാക്ക് സ്ലൈഡോ എന്തെങ്കിലും ബോബി പിന്നോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് മുകളിലേക്ക് ഉന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫേസിലെ ഒരു വൃത്തിയിട്ട ലുക്ക് ഉണ്ടല്ലോ അതങ്ങ് മാറും, അല്ലെങ്കിൽ നമ്മൾ പതിഞ്ഞ ലുക്കായോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു വടക്കിടയിലൂടെ നമ്മൾ ആ കെട്ടി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഹെയർ അവിടെ സെക്യൂർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് 2 സൈഡും അതുപോലെ തന്നെ കെട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇയറിങ്ങും നെക്ക് പീസും ബാക്കിയുള്ള ജ്വല്ലറിയൊക്കെ അണിഞ്ഞിട്ട് വരാം. അതുപോലെ തന്നെ ഞാൻ പൂവിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുല്ലപ്പൂവും അതുപോലെ തന്നെ റോസ് ഫ്ലവറും കൂടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ടും കൂടെ നമ്മൾ സാധാ കെട്ടുകണക്ക് കെട്ടിയതിന് ശേഷം ജസ്റ്റ് ആദ്യം റോസ് ഫ്ലവർ വെച്ചു, അതിൻ്റെ മേലെ ഇതുപോലെ മുല്ലപ്പൂവും വെച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ചിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ലുക്കും ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഹെയർ സ്റ്റൈലും ഒക്കെ കഴിഞ്ഞിട്ട് വന്നേക്കുള്ള ലുക്ക് ഇതാണ്. ഇനി നമുക്കിത് ഫുള്ളായിട്ടുള്ള ഔട്ട്ഫിറ്റ് ലുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ നമുക്ക് ആ ഒരു ഫുൾ ഔട്ട്ഫിറ്റ് ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ലുക്ക് എന്ന് പറയുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ ഹെയറിൽ ജസ്റ്റ് നമ്മുടെ മുട്ടുപിന്നുണ്ടല്ലോ അതിൻ്റെ ഇതാണ് ഞാൻ തലയിൽ വെച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ ജസ്റ്റ് ഒന്ന് വരിയായിട്ടൊന്ന് 2 വശത്തും ഇറക്കി അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളെ ചോയ്സും അല്ലേ നിങ്ങൾക്ക്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയറിൽ സ്റ്റൈലിങ് ചെയ്യുന്ന വേറെയും വാങ്ങാനായിട്ട് കിട്ടും, അതാണെങ്കിൽ അതും ചെയ്യാം. കുറച്ചുകൂടെ ഭംഗി അതായിരിക്കും. അപ്പോൾ ജസ്റ്റ് എൻ്റെ അടുത്തുള്ളത് കൊണ്ട് മാത്രം ഞാനത് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ മേക്കപ്പ് ലുക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യണം, ക്യാമറ നോക്കണം, ലൈറ്റിംഗ് നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ടൈം എടുക്കുന്നത്. എന്നാൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനിരിക്കുകയാണ് ഇതൊന്നും നോക്കണ്ട. ഏകദേശം മാക്സിമം 1.5 മണിക്കൂറിനുള്ളിൽ നമുക്കിത് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും. മാത്രമല്ല സാധാരണക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.